പൂതാടി പഞ്ചായത്ത് BJP ഏറെ പ്രതീക്ഷ വെക്കുന്ന പഞ്ചായത്താണ്. കോൺഗ്രസിൽ നിന്നൊക്കെ പാർട്ടി മാറി പ്രവർത്തകർ പോകുമ്പോൾ BJP പഞ്ചായത്ത് പിടിക്കുക എന്നുള്ള മുൻനിർത്തിയുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും BJPയുടെ നേതാക്കൾ എവിടെയുണ്ട്? ഏത് തരത്തിലാണ് ഇപ്പോൾ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്? BJPയെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷയാണ് ഈ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. ഞങ്ങളുടെ എല്ലാ വാർഡുകളിലും 23 വാർഡുകളിലും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ബ്ലോക്ക് ഡിവിഷനുകളിലും ജില്ലാ ഡിവിഷനിലും ഉള്ള സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശക പത്രിക കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. 15ഓളം സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി വിജയപ്രതീക്ഷയോടുകൂടി കാണുകയാണ്. മറ്റു സീറ്റുകളിലും വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തകർ രംഗത്തുണ്ട്. പാർട്ടിയുടെ നേതാക്കന്മാരും പാർട്ടി ഒന്നടങ്കം ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സുസജ്ജമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ കോൾ എങ്ങനെ കൊഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്താണ് BJP ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. അപ്പോൾ കൂടുതൽ സീറ്റ് നേടും, കഴിഞ്ഞ വർഷക്കാട്ടി കൂടുതൽ സീറ്റ് നേടി പഞ്ചായത്ത് പിടിക്കുക തന്നെയാണ് ലക്ഷ്യം. യാതൊരു സംശയമില്ല. ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യം വെച്ചിരിക്കുന്നത് പൂതാടി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടി പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ ഊർജ്ജസ്വലതയോടെ രംഗത്തുണ്ട്. സ്ഥാനാർത്ഥി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഗ്രൗണ്ടിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ? പ്രതികരണം എങ്ങനെയാണ്? പ്രതികരണം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭാരതീയ ജനതാ പാർട്ടിയോട് വല്ലാത്തൊരു അടുപ്പം, വളരെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവമാണ്. എല്ലാ വീടുകളിലും, ഈവൻ ക്രിസ്ത്യൻ സമുദായങ്ങളുടെ വീടുകളിൽ ചെല്ലുമ്പോൾ പോലും വളരെ അടുത്ത അനുഭവമാണ്. മുസ്ലിം സഹോദരന്മാരും വളരെ സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. തന്നെയുമല്ല, ഇപ്പോഴത്തെ ഈ ഒരു റൗണ്ടിൽ കഴിയുമ്പോൾ പൂതാടി പഞ്ചായത്ത് ഒരു ക്ലീൻ സ്വീപ്പിലേക്കാണ് BJP പോകുന്നത്. 100% ഉറപ്പാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് ഈ പ്രാവശ്യം ഉണ്ടാകാൻ പോകുക. കാരണം അത്രയും അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടില്ല. നേരത്തെ സൂചിപ്പിക്കുന്ന കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് ദിവസേന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പോലും കോൺഗ്രസിന്റെ പഴയ 4 നേതാക്കന്മാരാണ് പൂതാടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. BJPയിൽ ചേർന്നില്ല, പക്ഷെ അവർ രാജിവെച്ചു. അതോടുകൂടി തന്നെ പാർട്ടിയുടെ അലകും പടിയും എല്ലാം തകർന്ന മട്ടിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് അവരുടെ ഏറ്റവും വലിയ വാട്ടർലൂ ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത. കാരണം BJP പ്രചരണത്തിൽ മുൻപന്തിയിൽ പോകുമ്പോൾ കോൺഗ്രസിന് തലവേദനയാകുന്നത് പ്രവർത്തകർ സീറ്റ് കിട്ടാതെ കൊഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും പഞ്ചായത്ത് പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പൂതാടിയിലെ BJP പ്രവർത്തകർ. പൂതാടിയിലെ BJP ഓഫീസിൽ നിന്നും ക്യാമറ പേഴ്സൺ ജിനേഷിനോടൊപ്പം വി വിനീഷ്.